ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും തണുപ്പത്ത് ഇറങ്ങാനല്ലേ ഏറ്റവും ബുദ്ധിമുട്ട്. അയ്യോ അതേന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങിപ്പോയി ജോലി ചെയ്യാനും മറ്റും നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ കഠിനാധ്വാനികളാണെങ്കിൽ അതിനൊന്നും ഒരു മടി തോന്നത്തില്ല. രാവിലെ അങ്ങ് പോയേ പറ്റുള്ളൂ. ജോലിയാണെങ്കിലും എന്താണേലും ഒരു ഉപാധി പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് മഞ്ഞുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചെറിയ സങ്കടമാണ്. അങ്ങനെ ഒരു 5-8 മാസം നമ്മൾ കേവിനുള്ളിൽ ഇരിക്കും പോലെയാണ് ജീവിതം പോകുന്നത്. അപ്പം പിന്നെ വന്ന കുറേ കാലങ്ങൾ ഞങ്ങൾ ബസ്സിന് കാത്തു നിന്നും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ എടുത്തത്. കാരണം ഒന്ന് സെറ്റിലായതിനു ശേഷം. കാരണം ഇവിടെ ഇൻഷുറൻസ് ആണ് കൂടുതലാണ്. ഇൻഷുറൻസ് നല്ല ഒരു പൈസ നമ്മൾ കൊടുക്കണം. നാട്ടിലെ പോലത്തെ ഒരു രീതിയല്ല. എൻ്റെ ഇൻഷുറൻസിനാണ് ഏറ്റവും പൈസ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് വണ്ടിയൊക്കെ എടുത്തത്. വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് കുറച്ചൊരാശ്വാസമായി തുടങ്ങിയത് ഇപ്പോഴേ ഈ അടുത്ത കാലങ്ങളിലാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വണ്ടിയിൽ കൂടെ ഉള്ള യാത്ര, അസഹനീയമാണ്. കോട്ടും ഇതെല്ലാം ഇട്ടെന്ന് പറഞ്ഞാലും വെളിയിൽ ഇങ്ങനെ ബസ്സൊക്കെ കാത്തു നോക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നവരെല്ലാം ആ തുടക്കകാലങ്ങളിൽ ശരിക്കും ഹാർഡ് ചെയ്തും കഷ്ടപ്പെട്ട് 1-2 ജോലിയും ചെയ്ത് വളരെ ഒരു സഫറിങ്ങിലൂടെയാണ് ഒരു ലെവലിൽ എത്തിച്ചേരുന്നത്. ലെവലിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളെടുക്കും കേട്ടോ. ഇനി നാട്ടിലോട്ട് നമ്മൾ കുടിയേറി പാർത്തവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ. വെളിയിൽ നമ്മൾ കാലങ്ങളിലിരിക്കുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓർത്തത്. സുഖകരമായൊരു അന്തരീക്ഷമായിരിക്കുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ഒരു പേഷ്യൻസും ഹാർഡ് വർക്കും എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.